ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഈ ഒരു 4 മണി പലഹാരം തയ്യാറാക്കി നോക്കാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ നല്ല രുചിയുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ ഈ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻസ് ഒന്നും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു 4 മണി പലഹാരം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുപോലെ ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാരക്ക് പകരം ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര ഇതുപോലെ ശർക്കരയുടെ ഇതുപോലെ ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കത്തി കൊണ്ട് ചെത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പം അല്ലെങ്കിൽ മാവ് ഫ്രൈ ചെയ്തെടുക്കുമ്പം വേറൊരു രീതിയിലായിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് ലാസ്റ്റ് ഞാൻ പറയാം. അല്ലെങ്കിൽ ശർക്കര ഇല്ല എന്നാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ ശർക്കരയുടെ പീസൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇത് വെള്ളം ഏറി പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ശർക്കരയാണല്ലോ നമ്മളിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം മതിയാവും നമുക്കിത് നന്നായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മുറുക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പരുവായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു കപ്പിൽ ഒരു 1/4 കപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവായാലും കുഴപ്പമില്ല, നന്നായിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ ഒരു 1/4 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം 1/2 കപ്പ് തേങ്ങ എടുക്കുക കേട്ടോ. കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ കയ്യിൽ പുരട്ടിയ ശേഷം ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും മാവ് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ മാവിലേക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും നട്ട്സൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി നമ്മളിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ ബോൾസിന് പകരം ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ബോൾസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള മാവ് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ അരിപ്പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടൊന്ന് റോൾ ചെയ്യേണ്ട, കുറച്ച് മാത്രം റോൾ ചെയ്താൽ മതി. അപ്പം ഈ ഒരു ബോൾ നന്നായിട്ട് ഡ്രൈ ആവും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാതും ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ബോളാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്തിട്ട് കുറേ നേരം നിൽക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രൈ ആക്കാൻ നേരം ഒന്നുകൂടെ ഒന്ന് കയ്യിലൊന്ന് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ബോൾസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ 6 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്, മുങ്ങി പൊരിക്കണം. അപ്പോൾ ഞാൻ ഒരുപാട് എണ്ണ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ബോൾസ് കയ്യിലൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടി കൊടുത്ത ശേഷം ഇട്ട് കൊടുക്കുക. നല്ല ചൂടായുള്ള എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ പാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് പിടിക്കുക കേട്ടോ. പിന്നെ ഇത് വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ആക്കി എടുക്കരുത്, കാരണം അകത്ത് വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് 2 വശവും നമ്മൾ കുക്കാക്കി എടുക്കണം. ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ബോൾസിൽ ചെറുതായിട്ട് ശർക്കര മെൽട്ടായിട്ട് പുറത്തേക്ക് വരുന്നത് കണ്ടോ. അപ്പോൾ അത് കാണാനും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്താലും മതി. നമ്മളിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എണ്ണ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്.
പിന്നെ ഈ ഒരു സ്നാക്കിൻ്റെ അകത്ത് നന്നായിട്ട് കുക്കായി കിട്ടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും കുക്കാക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കണം. വല്ലാണ്ട് ഡാർക്കാക്കി എടുക്കണ്ട കേട്ടോ. അതിൻ്റെ കളർ വല്ലാണ്ട് ഡാർക്കായാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ഡാർക്കാക്കി എടുക്കണ്ട. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ, ഈ ഒരു പരുവം ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമുക്കിത് കോരി മാറ്റാം. വല്ലാണ്ട് എണ്ണ ഒന്നും കുടിക്കില്ല, വല്ലാണ്ട് നല്ല ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. പിന്നെ ഈ ഒരു സ്നാക്ക് ഞാൻ കുറച്ച് വലുപ്പത്തിൽ ഫ്രൈ ആക്കി എടുത്തുകൊണ്ട് തന്നെ കാണാൻ അത്ര മൊഞ്ചൊന്നും ഉണ്ടാവില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റാണ്. ഒട്ടും തന്നെ മടുപ്പ് വരാത്തൊരു ടേസ്റ്റാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. പുറമേ കുറച്ച് ഹാർഡാണ്, പക്ഷേ അകത്ത് ഭയങ്കര സോഫ്റ്റുമാണ്. കണ്ടോ, ആ ശർക്കര മെൽട്ടായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ. അതുപോലെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് ബോൾസാക്കി എടുക്കുന്ന സമയത്ത് അതിനകത്ത് വെച്ചിട്ട് ബോൾസാക്കി എടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് വിഷസ് പറയാനുണ്ട്. ഇന്ന് ഒക്ടോബർ 20th ബർത്ത്ഡേ ആഘോഷിക്കുന്ന അസ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ തന്നെ ഒരു ഒക്ടോബർ 19th ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു, റമീസ ലത്തീഫ്. അവർക്ക് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. പിന്നെ അതുപോലെ ഒക്ടോബർ 20th വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് നമ്മുടെ ഒരു വ്യൂവറായിട്ടുള്ള ഷുഹൈബ് എന്നാണ് യൂട്യൂബ് നെയിം. അവരുടെ പേരൊന്നും തന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. പിന്നെ അതുപോലെ ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിൽ ഒരുപാട് പേർക്ക് ബർത്ത്ഡേ ഉണ്ടാവും, വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടാവും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരും അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെയും ആയിഷാസ് കിച്ചൻ വ്യൂവേഴ്സിൻ്റെ വകയും 1000 ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കാണെങ്കിൽ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.